എൽഷദായ്. സക്കറിയ 9:16. അന്ന് തങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങൾ എന്നതുപോലെ അവരുടെ ദേശത്ത് ശോഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കേട്ട വചനം സക്കറിയ പ്രവചനത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 16-ാം തിരുലിഖിതമാണ്. വചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: അന്ന് തങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങൾ എന്നതുപോലെ അവിടുത്തെ ദേശത്ത്, തങ്ങളുടെ ദേശത്ത് ശോഭിക്കും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ നല്ല ശോഭയോടുകൂടി ജീവിക്കണം. അത് ഭൂമിയിലും ജീവിക്കണം, സ്വർഗത്തിലും ജീവിക്കണം. കാരണം സ്വർഗത്തിൽ അവർ നക്ഷത്രങ്ങളുടെ ശോഭ ഒന്നൊന്നിനോട് വ്യത്യസ്തം വന്നതുപോലെ ശോഭയിൽ നിലനിൽക്കുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലും നല്ല ഒരു തേജസ്, ഓജസ്, ശോഭയുമുള്ളവരായി നമ്മൾ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രകാശം, ഒരു തെളിവ് നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാറണം. പ്രൈസ് ദി ലോർഡ്. ദുഃഖമുണ്ടെങ്കിൽ ആ ശോഭയിൽ ജീവിക്കാൻ പറ്റുകയില്ല. ഹൃദയത്തിൽ സമാധാനമില്ലെങ്കിൽ ഒരു തെളിമയോടുകൂടി ജീവിക്കാൻ പറ്റുകയില്ല. ആകുലത, ടെൻഷൻ, ഉൾക്കണ്ഠവും പീഡയും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു തെളിഞ്ഞ ജീവിതം സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ അജഗണത്തെ രക്ഷിക്കും, എന്നിട്ട് അവരെ ശോഭയോടുകൂടി ജീവിക്കാൻ ഞാൻ അനുവദിക്കും. ഞാൻ വരുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കും. അന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഈ അന്നെന്ന് പറയുന്നത് എന്താ? ഒരു പക്ഷേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതൽ ജീവിതത്തിൽ കർത്താവ് അന്നെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നാണ് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, ഒരു ദൈവ പൈതൽ അങ്ങനെ ജീവിക്കാൻ ദൈവം ചില തക്ക സമയങ്ങൾ ചില കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാകാൻ വേണ്ടി ഒരു സാക്ഷ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു ചേച്ചി, ആ ചേച്ചിയുടെ അവസ്ഥ വെച്ചാൽ ഹൃദയത്തിൽ ഒട്ടും സന്തോഷമില്ലാതെ ജീവിക്കുമ്പോൾ ദൈവം വന്ന് ഒരു ശോഭയേറിയ ജീവിതത്തിന് ഒരവസരം കൊണ്ടായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് ശ്രവിക്കാം. എൻ്റെ പേര് ആഗ്നസ്, കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ എൻ്റെ 3 വർഷമായിട്ട് എൻ്റെ ശരീരത്തിൽ ചൊറിഞ്ഞു പൊട്ടുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴും എൻ്റെ കൈ സോപ്പിട്ട് പാത്രമൊന്നും കഴുകാൻ പാടില്ലായിരുന്നു. കൈ അടിച്ച് കഴുകാനൊന്നും കൈ അടിക്കാൻ നോക്കത്തില്ല. കാലിലും ഒക്കെ ഈ അടയാളം. ഇന്നലെ ആരാധനയുടെ സമയത്ത് എനിക്ക് എൻ്റെ പെടയിൽ നിന്ന് ഒരു ശക്തമായി ഏതോ ഇറങ്ങി വരുന്നത് പോലെ തോന്നി. കൈയൊക്കെ അങ്ങ് ചൂട് പിടിച്ച് ദേഹം മൊത്തം അങ്ങ് വിയർത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും എനിക്കൊരു വേറെ രോഗമുണ്ട്. ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു രോഗമാണ് അത്. യൂറിൻ്റെ ബോൾഡറി കീപ്പോട്ട് ഇറങ്ങിക്കിടക്കുന്നു. അത് ഓപ്പറേഷൻ ചെയ്തതാണ് 2005. അത് ഭയങ്കരമായ വേദനയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് എനിക്ക് ബുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ അവർ സാധിച്ചത്. ഞാൻ വരാൻ എനിക്ക് ഒരു വിധത്തിലും എനിക്ക് സുഖമില്ലായിരുന്നു. ഞാൻ എങ്കിലും വിചാരിച്ചു, എൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് കൂടെയുണ്ട്. എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭർത്താവും പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്, ഇത് അങ്ങ് നിർത്തിവെക്കണം, ഇന്ന് ശരീരത്തിൻ്റെ അവസ്ഥ നോക്കി യാത്ര ചെയ്യാൻ പാടുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു ധ്യാന ഹാളിലോട്ട് കയറിയ സമയം എനിക്ക് വേദന കുറഞ്ഞു. ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ എനിക്ക് അതികഠിനമായ വേദനയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങ് തന്നെ എനിക്കിത് ഓപ്പറേഷൻ ചെയ്ത് നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ചെയറിലൊന്നും ഇരിക്കുവാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായ വേദന എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ കർത്താവ് എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വ്യത്യാസമുണ്ട്. ഈ കൈയുടെ കംപ്ലീറ്റ് ഒന്ന് കാണിച്ച് ശരിക്കും നോക്കിയേ. ഇതന്നെ ശരിക്കും പഴുത്താണ് ഇരുന്നിരുന്നത്. ഒന്ന് കൈ കാണിച്ചു കൊടുത്ത് ശരിക്കും അങ്ങോട്ട് ഉയർത്തി കാണിച്ചു കൊടുത്തേ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ശരിക്കും കൈ പഴുത്താണ് ഇരുന്നിരുന്നത്. എന്നാൽ ആ ആരാധന സമയത്ത് മെസ്സേജ് പറഞ്ഞ് ആ സമയത്ത് അങ്ങോട്ട് കരിഞ്ഞു പോയി. കാലിലും കംപ്ലീറ്റ് കഴിഞ്ഞു അല്ലേ? കാലിലും കംപ്ലീറ്റ് ഉണങ്ങി, കാലിലും കംപ്ലീറ്റ് അങ്ങോട്ട് ഉണങ്ങി.
എന്നുവെച്ചാൽ കൈയും ഉള്ള 2 കൈയും പഴുത്തിരുന്നത് പരിപൂർണമായിട്ട് അങ്ങോട്ട് ഉണങ്ങി. അന്ന് ദൈവമായ കർത്താവ് അവരെ സന്ദർശിക്കും. അവരുടെ ദേശത്ത് അവർ കിരീടത്തിൽ രത്നങ്ങൾ എന്നതുപോലെ ശോഭിക്കും. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. നോക്ക്, ആ ചേച്ചി ഒരുപാട് ദുഃഖത്തില് ഒരു വ്യതയുള്ള ജീവിതമായിട്ട് നാളുകളായിട്ട് കൈ പഴുത്തറിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ആ വചന ശുശ്രൂഷയിൽ ആരാധന സമയത്ത് ദൈവമായ കർത്താവ് അവരെ അങ്ങോട്ട് സ്പർശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഒരു ശോഭയില്ലാത്ത ജീവൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൈദ്യലാണ് നീയെങ്കിൽ ഈ സമയത്ത് കർത്താവ് നിന്നെ സന്ദർശിക്കുന്ന മണിക്കൂറാണ് നീ തിരിച്ചറിയണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണിത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് തന്നെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശോഭയുള്ള കൃപയുള്ള ജീവൻ നയിക്കാൻ തടസ്സപ്പെടുന്ന എല്ലാ മേഖലകളും വിടുതൽ പ്രാപിക്കാൻ ഈ മണിക്കൂറിൽ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് പിടിച്ച് ഓരാക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങൾ എന്നതുപോലെ ശോഭിക്കുമെന്ന സക്കറിയായിലൂടെ നൽകപ്പെട്ട വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഓരോ ദാസന്മാരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് സേവകർ വട്ടാലിച്ചന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ അഭിഷേകം ഇപ്പോൾ ലഭിക്കട്ടെ കർത്താവേ. ഇവരുടെ ഹൃദയത്തിൽ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന ഓരോ മേഖലകളിലും കർത്താവ് അവിടുന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ. അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളായി ഹൃദയം കഠിനമായിരിക്കുന്ന ഓരോ അവസ്ഥകളും ഇപ്പോൾ കർത്താവെ ഉരുകി 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 ഒരു പ്രത്യേക പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന മാംസനമായി ഹൃദയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിന്നിലല്ല കർത്താവിൽ ബലപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് നേരിട്ട് പറയാം. നിന്നിലല്ല കർത്താവിൽ ബലപ്പെടുത്തുക. കർത്താവിൽ ബലപ്പെടുത്തുക. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഹിയോൻ വചന ഹോളിനോട് ചേർന്നിരിക്കുന്നവരും വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരും ഒരുപോലെ പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോഴെങ്കിലും ചില വ്യക്തികളൊക്കെ പറയുന്ന ഒരു സെന്റൻസ് എൻ്റെ മനസ്സിലുണ്ട്. അതിങ്ങനെയാണ്, ആ കാര്യത്തിനൊന്നും വിഷമിക്കേണ്ട, ആ കാര്യം ഞാൻ ഏറ്റു, ഞാൻ അതെല്ലാം ശരിപ്പെടുത്തി തരാം. അല്ലെങ്കിൽ ചില വ്യക്തികൾ പറഞ്ഞിങ്ങനെയാണ്, നീ എൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ മതി, ഈ കാര്യത്തിൽ നീ എൻ്റെ കൂടെ നിന്നോ, നീ പേടിക്കണ്ട, ആ കാര്യത്തിന് ഒരു വിഷയം ഉണ്ടാവില്ല. ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി എന്നോട് ചേർത്ത് നിർത്തി അവസാനം ഞാൻ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥയിലായി. അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാനൊന്ന് ചേർത്ത് നിർത്താൻ നോക്കിയതാണ്, ഇപ്പൊ എന്തായി, ഞാൻ അതിനേക്കാൾ കഷ്ടത്തിലായി എന്ന ചില വ്യക്തികളെങ്കിലും ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട ഒരു തിരുവചനത്തിന്റെ ലംഘനം അവിടെ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ജെറമിയ പ്രവചനത്തിൽ അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 23-ാം തിരുലിഖിതം കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുതപ്പെട്ട തിരുവചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. ഒരു വ്യക്തി പറയാണ്, ഈ കാര്യം ഞാൻ ഏറ്റു, ആ കാര്യം ശരിയാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാരെ പറയണത് എങ്ങനെയാണ്, ആ പ്രശ്നം വേറെ ആരുടെ കാര്യം, അത് ഞാൻ ഇടപെട്ടാൽ തന്നെ നടക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ നാവിൽ നിന്ന് ഉതിർന്നു വീഴുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്,
ദൈവമായ കർത്താവ് വളരെ ക്ലിയറായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനത്തിന്റെ ലംഘനം അവിടെ നടക്കുകയാണ്. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. ചില ആൾക്കാർ പറയാറുണ്ട്, നീ അവിടെ ഇവിടെ പോയിട്ട് എന്തായി, നീ എന്റെ കൂടെ നിന്നായിരുന്നെങ്കിൽ ഇത് ശരിപ്പെട്ടുമായിരുന്നല്ലോ, അത് ശരിയാക്കാൻ എനിക്കേ പറ്റുള്ളൂ. അല്ല സഹോദരങ്ങളെ, ബലവാൻ തന്റെ ബലത്തെ കുറിച്ച് പ്രശംസിക്കരുതെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ ചില രാഷ്ട്രീയക്കാർ ചിലപ്പോ അങ്ങനെ പറയാം, ചിലപ്പോ ചില പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ ഇങ്ങനെ പറയാം, ചിലപ്പോ ചില ധനാഢ്യന്മാരിങ്ങനെ സംസാരിക്കാം, ചിലപ്പോ ചില സ്വാധീനമുള്ള വ്യക്തികൾ ഇങ്ങനെ പറയാം. അത് ഏത് ജീവിതാന്തസ്സിലുള്ളവരാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആത്മീയ മേഖല വ്യാപരിക്കുന്നവരെയും നീ എന്നെ കാണാൻ വന്നാൽ ഞാൻ പറയുന്ന വഴിയിൽ പോയി നീ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്ന ചില ആത്മീയ ശുശ്രൂഷകരെ എനിക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ കുറിച്ചെല്ലാം എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. അവനവന്റെ കഴിവിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഹന്തയോട് സംസാരിക്കാൻ ഇടവരുത്തരുത്. കാരണം എന്താണ്? കാരണം ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്റെ ബലമെന്ന് പറയുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കണം. കർത്താവിന്റെ സന്നദ്ധിയിൽ നീ പറയുന്ന ബലമെന്ന് പറയുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൽ വരണം. എന്താണ് നിന്റെ ബലത്തെ കുറിച്ചുള്ള, കഴിവിനെ കുറിച്ചുള്ള ഇങ്ങനത്തെ വാക്കുകൾ പറയുന്ന ഒരു ദൈവവൈതലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? അവന്റെ ബലത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്ത എന്താണ്? അത് നമ്മൾ വായിക്കുന്നത് യേശയ്യാ പ്രവചനത്തിലാണ്. അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 31-ാം തിരുലം, യേശയ്യാ 1:31 വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ബലവാൻ ചണനാര് പോലെയും അവന്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും. തന്റെ ബലത്തിൽ അഹങ്കരിക്കുന്നവനെ കുറിച്ച്, തന്റെ ബലത്തിൽ തന്റെ കഴിവിൽ നിന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്റെ ബലമെന്ന് പറയുന്ന ചണനാര് പോലെയാണ്. ഈ ബലം കൊണ്ടുള്ള നിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഒരു തീപ്പൊരി പോലെയാണ്. കത്തിത്തീരും ഒരു സെക്കൻഡ് കൊണ്ട്, വലിച്ചാൽ ആ സെക്കൻഡ് പൊട്ടും. ഇത്രയേ ഉള്ളൂ ദൈവസന നമ്മുടെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നത് ബലവാൻ തന്റെ ബലത്തെ കുറിച്ചൊന്നും പറയരുത്, ബലവാൻ തന്റെ ബലത്തെ കുറിച്ചൊന്നും സംസാരിക്കരുത്. കാരണം ദൈവസന്നിധിയിൽ അത് വലിച്ചാ പൊട്ടുന്ന ഒരു ചെറിയ നൂലിന് തുല്യമാണെന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയെ സഹായിക്കാൻ പോകുമ്പോഴും, ഒരു വ്യക്തിക്ക് ഉപദേശം കൊടുക്കാൻ പോകുമ്പോഴും, ഒരു വ്യക്തിയെ രക്ഷിക്കാൻ പരിശ്രമിക്കുമ്പോഴും, ഒരു വ്യക്തിയെ സഹായിക്കാൻ തുനിയുമ്പോഴും, നീ ഒരു ആത്മീയ ഉപദേശം കൊടുക്കുമ്പോഴും, നീ ഒരു ഭൗതികമായിട്ട് സഹായഹസ്തം നീട്ടുമ്പോഴും, അത് ഏത് മേഖലയുള്ളവരാണെങ്കിലും പറയേണ്ടത് എന്താണ്, പറയേണ്ടത് എങ്ങനെയാണെന്ന് ദൈവവചനത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മുമ്പ് ജീവിച്ചു പോയ വിശുദ്ധാത്മാക്കളും രാജാക്കന്മാരും പ്രവാചകന്മാരും ന്യായാധിപന്മാരും രക്തസാക്ഷികളും വിശുദ്ധന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ടത്? അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിലാണ്. 2 ദിനവൃത്താന്തം അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 11-ാം തിരുലിതാം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അപ്പോൾ ആസ തന്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? അതായത് ആസ എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് എത്യോപ്യക്കാരനായ സേര എന്ന് പറയുന്ന വ്യക്തി 10 ലക്ഷം യോദ്ധാക്കളുമായിട്ട് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആസ ദൈവമായ കർത്താവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? ആ പ്രാർത്ഥനയിൽ ആസ പറഞ്ഞ എങ്ങനെയാണ്? കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? ഞാന് ചില വിഷയങ്ങളിൽ പ്രത്യേക നിലവാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ സമയത്ത് എന്റെ അടുത്തേക്ക് ആ വിഷയത്തിൽ ബലഹീനനായ അല്ലെങ്കിൽ വീണുപോയ, സഹായിക്കാൻ പറ്റാതെ ആരുമില്ലാതെ തകർന്നു നടക്കുന്ന ഒരാൾ സഹായം ചോദിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് ബലമുണ്ട്, അപ്പൊ ഞാൻ ചെയ്യാമെന്നല്ല പറയേണ്ടത്. കാരണം എന്താ?
ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ദൈവമാണ് ബലവാനായിട്ടുള്ളത്. അതുകൊണ്ട് തകർന്നവന്റെ ബലം പകരാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് വേണം നിന്റെ അതിരത്തു നിന്ന് വാക്കുകൾ പുറപ്പെടാൻ സഹോദരങ്ങളെ. ഉറക്കെ പറയാ ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ? നീ ഈ ലോകത്തിൽ ആരെ ബലപ്പെടുത്താൻ നോക്കിയാലും സഹോദരങ്ങളെ അതൊന്നും നടപ്പാക്കണമെന്നില്ല. ഒരു മറുവശം കൂടിയുണ്ട്. നീ ലോകത്തിൽ ആരുടെ അടുക്കൽ ബലം അന്വേഷിച്ച് പോയാലും നീ ബലം പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടുകാർക്കും കൂടി ഒരു വചനം കർത്താവ് നൽകുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് സക്കറിയ പ്രവചനത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതത്തിലാണ്. അവിടെ കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സക്കറിയ 10:12, ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും, അവർ അവിടുത്തെ നാമത്തെ അഭിമാനം കൊള്ളും. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ എന്റെ അടുത്തേക്ക് വരുന്നൊരു വ്യക്തിയെ ഞാൻ എന്നിലല്ല ബലപ്പെടുത്തേണ്ടത്, ഞാനല്ല ബലം നൽകേണ്ടത്. പിന്നെയോ കർത്താവിന് ബലം നൽകുന്നവൻ, കർത്താവിന് ഉയർത്തുന്നവൻ, കർത്താവിന് ശക്തി പകരുന്നവൻ, കർത്താവിന് കൃപ പകരുന്നവൻ, കർത്താവിന് താഴ്ന്നവൻ ഉയർത്തുന്നവൻ. അതുകൊണ്ട് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും, അവർ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും എന്ന് എഴുതപ്പെട്ട വചന ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് നീ ആരെ ചേർത്ത് നിർത്താൻ പോയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ചേർത്ത് നിൽക്കൽ വഴി അവൻ രക്ഷ പ്രാപിക്കാൻ നിർബന്ധമില്ല. നീ കർത്താവിലാണ് ചേർത്ത് നിൽക്കേണ്ടത്. നീ ഒരു ആത്മീയ ശുശ്രൂഷ നടന്നൊരു വ്യക്തിയായിരിക്കാം, ഒരു പക്ഷേ നീ ഒരുപാട് കൗൺസിലിംഗ് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, വചന ശുശ്രൂഷ നടന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തനം നടന്ന വ്യക്തിയായിരിക്കാം, ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും പ്രത്യേക പൊതുമേഖലാ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, നിന്നിലല്ല, നിന്റെ അടുത്തേക്ക് വരുന്ന ഒരു കർത്താവിലാണ് നീ ബലപ്പെടുത്തേണ്ടത്. കാരണം നിന്നിൽ ബലപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ബലം ക്ഷയിക്കുന്ന സമയത്ത് അവന് ക്ഷയിച്ചു പോകും. അല്ലെങ്കിൽ അവൻ നിന്റെ അങ്കിയിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലാതെ അവൻ ഒരിക്കലും രക്ഷ പ്രാപിക്കില്ല സഹോദരങ്ങളെ. മറിച്ച് ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും സാമൂഹിക മേഖലയിലാണെങ്കിലും ഒരു വ്യക്തി നിന്റെ അടുക്കലേക്ക് വന്നാൽ നീ അവനെ കർത്താവിൽ ബലപ്പെടുത്തണം. അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കാരണം ഒരു വ്യക്തിയുടെ ബലഹീനതയിൽ ശക്തി പകരുന്നത് ദൈവമാണെന്ന് എഴുതപ്പെട്ട വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹബക്കൂക്ക് പ്രവചനത്തിൽ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 19-ാം തിരുലിഖിതം വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? കർത്താവായ ദൈവമാണ് എന്റെ ബലം, കലമാന്റെ പാദങ്ങൾക്ക് എന്നതുപോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. അപ്പൊ ഒരു ദൈവം അതിൽ പറയേണ്ടത് കർത്താവാണ് എന്റെ ബലം, കർത്താവാണ് എനിക്ക് ബലം നൽകുന്നത്. എന്റെ അടുത്തേക്ക് വരുന്നൊരു വ്യക്തിയോട് ഞാൻ പറയേണ്ടത് കർത്താവാണ് ബലപ്പെടുന്നത്, കർത്താവാണ് ബലഹീനനെ ശക്തിപ്പെടുത്തുന്നത്. പറക പറയാ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് നമുക്ക് നൽകിയൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ അടിയുറപ്പിക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരാളെ പോലെ ബലപ്പെടുത്താൻ എനിക്ക് കഴിവില്ല സഹോദരങ്ങളെ, മറിച്ച് കർത്താവാണ് ബലപ്പെടുത്തേണ്ടത്. നീ ഒരാളുടെ സഹായം അന്വേഷിച്ച് പോകുമ്പോൾ ആ വ്യക്തിക്ക് നിന്നെ ബലപ്പെടുത്താൻ കഴിവില്ല, കർത്താവിന്റെ ബലമാണ് ആ വ്യക്തിയിൽ പ്രകാശിക്കേണ്ടത്. ഒരു കടബാധയുള്ള സമയത്ത് കടം മേടിക്കാൻ പോകുമ്പോഴാണെങ്കിലും കർത്താവിന്റെ കൃപയാണ് വ്യക്തിയോട് ബലപ്പെടുന്നത്, ആ വ്യക്തിയല്ല എന്നെ ബലപ്പെടുത്തുക. അങ്ങനെ ഒരു വ്യക്തി എന്നെ ബലപ്പെടുന്ന ഒരു വ്യക്തി ചിന്തിച്ചാൽ അതിനാൽ തന്നെ ആ വ്യക്തി തിരസ്കൃതനായി തീരുന്ന വചനം പഠിപ്പിക്കുന്നുണ്ട്. ജെറമിയ പ്രവചനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 36, 37 തിരുവചനങ്ങൾ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നീ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരെ, നീ ആശ്രയം അർപ്പിച്ചിരിക്കുന്നവരെ കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരുകയില്ല എന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഈ സമയത്ത് 2 കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അതരവും ഹൃദയവും തുറന്ന് മനസ്സ് തുറന്ന് ബലം പകരുന്നത് കർത്താവാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഒരാളെയും എന്നിലേക്ക് ചേർത്തത് കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയല്ല, കർത്താവിലേക്ക് ചേർത്തത് മാത്രം അവൻ രക്ഷപ്പെടുത്തുള്ളൂ. ഈ ഒരു ബോധ്യ ഹൃദയത്തിൽ നിറഞ്ഞ് ജീവിതത്തിന് അനുദിന വ്യാപാരങ്ങളിൽ ഈ ബോധ്യപ്രകാരം ജീവിക്കാൻ കൃപ നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന,
ഹല 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 ഹല. യേശുവ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന ആരാധന ആരാധന. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധാത്മാവെ ആരാധന ആരാധന. യേശുവ ആരാധന ആരാധന ആരാധന. കർത്താവെ ആരാധന ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന ആരാധന. യേശുവ ആരാധന. കാര്യങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് തുറന്ന് സ്തുതിക്കുന്നു. അതിനെ തുറന്ന് തുറന്ന് സ്തുതിക്കുന്നു. ഹല 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 ഹല. യേശുവ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന ആരാധന. യേശുവ ആരാധന ആരാധന ആരാധന. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം തുറക്കപ്പെട്ട കർത്താവ്. മനസ്സിന്റെ എല്ലാ മന്ദതയും മാറട്ടെ കർത്താവ്. ഓ ദൈവമേ, അനേകരെ ബലപ്പെടുത്താനുള്ള ശക്തി ഓരോരുത്തർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലവാന്റെ ബലത്തിൽ പ്രശംസിക്കാതെ ദൈവത്തിൽ ആരുടെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. Praise the Lord. El Shaddai. തിരുവോസ്തിയായി എന്നുൾ താരിതിൽ വന്നു വാണിടുമോ എൻ പൊന്നേശുവേ. തിരുപ്പാധേയമായി എൻ മൺകൂടിതിൽ പുതുജീവൻ തരും ദിവ്യകാരുണ്യമേ. വാവാ യേശുവേ, സ്നേഹമേ വാവാ യേശുവേ, ആയൻ സ്നേഹമേ എൻ ജീവനിൽ അലിഞ്ഞൊന്നാകുവാൻ നാഥാ വരണേ. സാമുവേൽ പ്രവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ആകാശം ചായ്ച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് വരും. കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവഭക്തനോടും കർത്താവ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തും. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, ദൈവ പൈതലേ എന്ന് കർത്താവ് ആശ്വസിപ്പിക്കുന്നതായി വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ഭയപ്പെടേണ്ട, ഇതാ കർത്താവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കർത്താവ് സമാധാനം നൽകുന്ന സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് കർത്താവ് വിടുതലിന്റെ ദൈവമായി വ്യാപരിക്കുന്ന സമയമാണ്. കർത്താവ് പാലസ്തീനയുടെ പരിസര പ്രദേശങ്ങളിൽ കടന്നുപോയപ്പോൾ വഴിയുടെ ഇരുവീതികളിലും പലവിധ പ്രശ്നങ്ങളാൽ നിന്നവർ ഇതുപോലെ കർത്താവിനെ നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെല്ലാം അനുഗ്രഹിച്ചു. അവരെല്ലാ പ്രശ്നത്തിനും കർത്താവ് ഉത്തരം നൽകി. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു. ഭയമുള്ളവരെ ധൈര്യപ്പെടുത്തി. രോഗമുള്ളവരെ സുഖപ്പെടുത്തി. ബന്ധനത്തിരുന്നവരെ വിടിപ്പിച്ചു. പൈശാചിക ബന്ധനത്തിരുന്നപ്പോൾ പിശാചിനെ ബഹിഷ്കരിച്ചു. രോഗികളെ സുഖപ്പെടുത്തി. അതേ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ അന്ന് സംഭവിച്ചതെല്ലാം ഇന്ന് സംഭവിക്കും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. കർത്താവിന്റെ പക്കലെ ഈ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസീദാസന്മാരെയും കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവായ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ ഇരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. നാരകീയ സേനകൾ വിട്ടുമാറി പോകട്ടെ. അത്ഭുത വിടുതൽ കൃപയാഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ ആയൻ സ്നേഹമേ എൻ ജീവനിൽ അലിഞ്ഞൊന്നാകുവാൻ നാഥ
El Shaddai.